പറശ്ശിനിയിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ മഴയെല്ലാം മാറി എന്നൊരു ദിവസം ആഗസ്റ്റ് 6-ാം തീയതിയാണ് ഞങ്ങൾ പറശ്ശിനിയിൽ പോയത്. കുട്ടികളെല്ലാം ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി എല്ലാവരും ഒന്ന് ഒരുങ്ങി വരുമ്പോഴത്തേക്കും സമയം 11 മണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ അങ്ങ് റെഡിയായിട്ട് പോകാൻ കഴിയില്ലേ. മൂത്ത രണ്ടാളെയും സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞങ്ങൾ റെഡിയായിട്ട് വന്നത്. അപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ് കണ്ണൂർ. അവിടുന്ന് ആ ഒരു പറശ്ശിനി ബസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചാടിക്കയറി. പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ, ഒരുപാട് ബസ്സൊന്നുമില്ല. പറശ്ശിനി ബസ്സൊക്കെ താരതമ്യേന കുറവായിരുന്നു. പണ്ടെല്ലാം ഇങ്ങനെ നിരത്തി നിൽക്കുന്നതാണ്. അപ്പോൾ അത് വളോട്ടനം പുഴയാണേ. വളോട്ടനം പുഴയിൽ ഈ സൈഡ് സീറ്റിലിരുന്നിട്ട് ഞങ്ങൾ ഈ പുഴയെല്ലാം ആസ്വദിക്കുന്നത് പണ്ടേ ഒരു എക്സൈറ്റ്മെൻറ്റുള്ള കാര്യമാണ്. ഈ ഒരു സ്ഥലത്താൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്ത് വെക്കും. അപ്പോൾ പുതിയ സ്റ്റാൻഡിൽ നിന്ന് നേരെ പറശ്ശിനി സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് പറശ്ശിനിയിലേക്ക് മടപ്പുറയിലേക്ക് ഇങ്ങനെ നടക്കുന്നതാണ്. അത് അവിടെ പ്രവേശന കവാടം കണ്ടില്ലേ. അപ്പോൾ ആ കവാടത്തിലോട്ട് നേരെ നടന്ന് ഞങ്ങൾ ആ പറശ്ശിനിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ അത് അവിടെ ഒരു മനുഷ്യ ജീവിയില്ല കേട്ടോ. ഭയങ്കര ആൾ കുറവ്. എല്ലാവർക്കും കണ്ണൂർക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. പറശ്ശിനിയിൽ എപ്പം പോയാലും തിരക്കായിരിക്കും അല്ലേ. നമ്മൾ ഞായറാഴ്ചയിലാണ് നിങ്ങൾ കാലുത്തുന്ന സ്ഥലം പോലും ഉണ്ടാവില്ല. പക്ഷെ അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ആ ഒരു തിരക്കും ആ ഒരു ആൾക്കാരുടെ തന്നെയാണ്. പക്ഷെ ഇത് കർക്കിടക മാസമായതുകൊണ്ടാവുമല്ലോ ആളില്ലാത്തത്. നേരെ പോയത് ചായയും പ്രസാദവും കഴിക്കാനാണ്. മമ്പയർ പുഴുങ്ങിയതും തേങ്ങാപ്പോളും ചായ നമ്മുടെ പ്രസാദം. തൊഴുത് വന്നിട്ടാണ് ഇത് കഴിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ ബസ്സിൽ വന്നിട്ട് ആകെ ടയർഡായിപ്പോയി. കുട്ടികളൊക്കെ ആകെ ക്ഷീണിച്ചു, ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റികൾ നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് മമ്പയർ പുഴുങ്ങിയത്. അതിന് ശേഷമാണ് നമ്മൾ തൊഴാൻ പോയത്. തൊഴാൻ വേണ്ടി പോകുമ്പോൾ നേരെ വളോട്ടനം മുഴയിൽ ചെന്നിട്ട് കാല് കയറ്റാണ് നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത്. അപ്പോൾ അതിനേക്കാണ് നീ നടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്നാൽ അപ്പോൾ ആളെ കാണാത്തേ. അപ്പോൾ ഒരു നാട വെട്ടിയിട്ട് അവിടെ ഇതാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രവേശനം വിലക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പടവിറങ്ങിയിട്ട് കാല് കയറ്റാൻ നമ്മൾ ഉള്ളിൽ കയറില്ല. ഇപ്പോൾ അതിനോട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് പൈപ്പിൻ്റെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാല് കഴുകിയിട്ട് നേരെ ഉള്ളിലേക്ക് കയറി. അവിടെ മൊബൈൽ അലൗഡല്ല കൊണ്ട് തൊഴുന്നതൊന്നും എടുത്തിട്ടില്ല. അതിനുശേഷം നേരെ ഊട്ടുപുരയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. സാമ്പാർ ഒരു പച്ചടിയാണ് ഉണ്ടാവുക. പക്ഷെ അത്ര മതി നമുക്ക്. ഈ ഒരു ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഊട്ടുപുരയൊക്കെ ഇതാ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്, ആരുമില്ല. നല്ല തിരക്കൊന്നുമില്ലാതെ സമാധാനത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് നേരെ താഴോട്ട് ഇറങ്ങുന്നതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഊട്ടുപുര. താഴോട്ട് ഇറങ്ങുമ്പോൾ അവിടെ മുത്തപ്പൻ്റെ 1-2 പെയിൻറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് വലിയൊരു പെയിൻറ്റിങ് ആണത്, ആ അമ്മൂമ്മേൻ്റെ പെയിൻറ്റിങ്. അപ്പോൾ നേരെ താഴോട്ട് വരുമ്പോൾ അവിടെ ഫീഡിങ് റൂമുണ്ട്. ഞങ്ങൾ ഫീഡിങ് റൂമിൽ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ നേരെ അവിടെ ആയിട്ട് പറശ്ശിനിയിൽ ഇങ്ങനെ നായകളിങ്ങനെ കിടക്കുന്ന കാണാം. മുത്തപ്പൻ്റെ വാഹനമാണ് നായ എന്നാണ് ഐതിഹ്യം. അപ്പോൾ ആ മോനെ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ട്. താഴോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വെള്ളം കയറിയുടെ സമയമായിരുന്നു. അപ്പോൾ നേരെ ഇവിടെ ബോട്ട് ചട്ടിയിലേക്കാണ് പോകുന്നത്. ബോട്ട് സർവീസ് ഒന്നും കണ്ടില്ല, വെള്ളം കയറിയ കാരണം നിർത്തി വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ആംബിയൻസാണ്. ബെഞ്ചെല്ലാം ഉണ്ട്. അവിടെ കുറച്ച് സമയം ഇരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഒരുപാട് ലേറ്റ് ആകുന്ന പറഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് തിരിച്ചു വരേണ്ടത് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ നേരെ പോയത് ആ ഒരു കടകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി. ഒരുപാട് ഫാൻസി കടകളും കളിപ്പാട്ടത്തിൻ്റെ കടയൊക്കെ ഉണ്ട്. എല്ലാ കടയിലും കയറി ഇറങ്ങി. പക്ഷേ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടിയൊക്കെ 2-3 കളിപ്പാട്ടം വാങ്ങി നേരെ പറശ്ശിനി സ്റ്റാൻഡിലേക്ക് ആദ്യം പോവാണ്. ഒരുപാട് സമയം കാത്തിരുന്നിട്ടാണ് അടുത്ത ബസ് കിട്ടിയത് കേട്ടോ. കണ്ണൂർ ബസ്സെല്ലാം നല്ല കുറവ് തന്നെയാണ്, ഒരു സംശയമില്ല. ഒരുപാട് സമയം അവിടെ പോസ്റ്റായിട്ടിരുന്നു. കണ്ണൂർ ബസ് കണ്ടപ്പോൾ ചാടി വീണ്ടും കയറിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, നേരെ നമ്മൾ പുതിയ തെരുവ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞങ്ങൾ അവിടുന്ന് എടുത്ത ഫോട്ടോസൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂത്ത 2 കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അവരെ സ്കൂൾ ബസ് വരുമ്പോഴത്തേക്ക് വീട്ടിലെത്തേണ്ട ഒരു ധൃതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം പെട്ടു. ടാറ്റ ബൈ ബൈ.